ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ക്ലാസിക്കൽ ഡാൻസിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിനകത്ത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുച്ചിപ്പുടിയാണ്. ക്ലാസിക്കൽ ഡാൻസിന്റെ മെയിൻ ആസ്പെക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പുള്ള വീഡിയോയിൽ. അപ്പൊ ഇതിനകത്ത് കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടി ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു ആന്ധ്രാപ്രദേശ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ കണ്ടുവന്നിരുന്ന ഒരു ഗ്രാമമാണ് കുചേലപുരം, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ കുശീലവാപുരി വാസി അല്ലെങ്കിൽ കുശീലവാപുരി എന്ന നാടിനെ അറിയപ്പെട്ടിരുന്നു. ഈ വില്ലേജുകളിൽ നിന്ന് വില്ലേജിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ പെർഫോം ചെയ്തിരുന്ന ആക്ട് അല്ലെങ്കിൽ ഡാൻസ് ആണ് ഈ പറയുന്ന കുച്ചിപ്പുടിയുടെ മുമ്പിലത്തെ ഫോം. അങ്ങനെയാണ് ഇതിന് കുച്ചിപ്പുടി എന്ന് തന്നെ പേര് വന്നതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അറിയാം, ഇതിങ്ങനെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും? അന്യം നിന്നു പോകും. അങ്ങനെ 14-15 സെഞ്ചുറികളിൽ ഈ നശിച്ചുപോയിക്കൊണ്ടിരുന്ന ഈ ഒരു ഐറ്റത്തിനെ റിവൈവ് ചെയ്തെടുത്തത് സിദ്ധേന്ദ്ര യോഗി എന്ന് പറയുന്ന ആളായിരുന്നു. സിദ്ധേന്ദ്ര യോഗി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഈ സിദ്ധേന്ദ്ര യോഗിയുടെ ഭാമകൽപ്പം എന്ന് പറയുന്ന ഒരു വർക്കുണ്ട്. ഭാമകൽപ്പം എന്ന് പറയുന്ന ഒരു വർക്കുണ്ട്. ഈ ഭാമകൽപ്പത്തിനകത്ത് ഈ പറയുന്ന കുച്ചിപ്പുടിയെ പറ്റി പറയുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. ഭാമകൽപ്പം. ഓക്കെ. പിന്നീട് വൈഷ്ണവിസവും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ വൈഷ്ണവിസവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു കംപ്ലീറ്റ് മോണോപോളി ഈ ഒരു കുച്ചിപ്പുടി ഡാൻസിലോട്ട് വരികയാണ്. അതിനകത്ത് ഭാഗവത സ്റ്റോറീസ് അല്ലെങ്കിൽ ഭാഗവത പുരാണ സ്റ്റോറീസ് പറയാൻ തുടങ്ങി. ഇങ്ങനെ കുച്ചിപ്പുടി ഡാൻസേഴ്സിനെ ഈ ഭാഗവത സ്റ്റോറീസ് പറയുന്നത് കൊണ്ട് തന്നെ ഭാഗവതാലൂസ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഭാഗവതാലൂസ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ തുടക്കകാലത്തിൽ പാട്ടും ഡാൻസും ഇവർ എല്ലാം ഒരാൾ തന്നെ ചെയ്യുന്ന കൊണ്ട് തന്നെ ഇതിനെ ഡാൻസ് ഡ്രാമ പെർഫോമൻസ് എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഡാൻസ് ഡ്രാമ പെർഫോമൻസ് എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. കാരണം എന്താ? കമ്പൈൻഡ് റോൾ ഓഫ് സിംഗർ ഡാൻസർ ഇവർ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സംഭവത്തിനെ 20ാമത്തെ സെഞ്ചുറിയോടുകൂടി ഒന്ന് സെറ്റാക്കി എടുത്തത് എന്ത് ചെയ്ത റിവൈവ് ചെയ്തെടുത്തത് ബാലസരസ്വതി. നമ്മള് ഭരതനാട്യത്തിൽ പഠിച്ച അതേ ബാലസരസ്വതിയും പിന്നെ രാഗിണി ദേവി അല്ലെങ്കിൽ എസ്തർ ശർമ്മ. രാഗിണി ദേവി അല്ലെങ്കിൽ എസ്തർ ശർമ്മ. രാഗിണി ദേവി അല്ലെങ്കിൽ എസ്തർ ശർമ്മനെയും കൂടി ചേർന്നിട്ടാണ് ഇത് ഈ ഡാൻസ് ഫോമിനെ റിവൈവ് ചെയ്തെടുത്തത്. ഓക്കെ. ഇതിന്റെ നോക്കുവാണെങ്കിൽ ഇമ്പോർട്ടന്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സൊല്ലാക്കഥ എന്ന് പറയുന്ന നൃത്താപാട്ട്. ഈ നൃത്താപാട്ട് നൃത്യപാട്ട് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കവിത്യം കവ്യുത്യം ഇത് നൃത്യപാട്ടാണ്. രണ്ട് പെർഫോമൻസിന്റെ ഫോളോയിങ് പാർട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൊല്ലാക്കഥയും കവിത്യം. ഇനി കൂടാതെ ഇതിൽ സോളോ പെർഫോമൻസുകളുണ്ട്. ഈ സോളോ പെർഫോമൻസിന്റെ ആ സോളോ ഫോർമാറ്റിന്റെ ഫാദർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ലക്ഷ്മി നാരായണ ശാസ്ത്രിയാണ്. ലക്ഷ്മി നാരായണ ശാസ്ത്രിയാണ്. ലക്ഷ്മി നാരായണ ശാസ്ത്രിയാണ്. ലക്ഷ്മി നാരായണ ശാസ്ത്രി. സോളോ പെർഫോമൻസ് എന്ന് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് തന്നെ കുറച്ച് സോളോ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നിങ്ങൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതായിരിക്കും. പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകത്തില്ല, അത്ര മാത്രമേ ഉള്ളൂ. സോളോ പെർഫോമൻസിന് ഒരു 3 രീതി നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, മുണ്ടക ശബ്ദം. മുണ്ടക ശബ്ദം എന്ന് പറയുമ്പോൾ മുണ്ടകം എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് തന്നെ ഫ്രോഗ് എന്നാണ്. മുണ്ടക ശബ്ദം എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റോറി ഓഫ് ഫ്രോഗ് മെയ്ഡൻ ആണ്. സ്റ്റോറി ഓഫ് ഫ്രോഗ് മെയ്ഡൻ ആണ്. അടുത്താണ് തരംഗം അല്ലെങ്കിൽ ബാലഗോപാല തരംഗം എന്ന് പറയും. ഇത് ആക്ച്വലി നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു ബ്രാസ് പ്ലേറ്റിന് മുകളിൽ നമ്മളെ ബാലൻസ് ചെയ്തിട്ട് ഡാൻസ് കളിക്കുന്നത്. അതായിരിക്കും കുച്ചിപ്പുടി നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത്. ആ ഒരു ഫോർമാറ്റിനാണ് തരംഗം അല്ലെങ്കിൽ ബാലഗോപാല തരംഗം എന്ന് പറയുന്നത്. അടുത്താണ് താളചിത്ര നൃത്യം. ഈ താളചിത്ര നൃത്യം എന്ന് പറയുന്നത് അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പ്രഭുദേവയുടെ മറ്റു പാട്ടൊക്കെയുള്ള പാടല്ലേ, ഉർവശി ഉർവശി പാട്ടുള്ള, അതിനകത്ത് ഈ സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും. താളചിത്ര നൃത്യം, അതായത് ഡാൻസ് കളിച്ചിട്ട് കാല് മൂവ് ചെയ്തിട്ട്
പടം വരയ്ക്കുന്നു. അതാണ് താളചിത്ര നൃത്യം എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇനി ഇതിലെ ഗുരുക്കന്മാരെ പറ്റി പഠിക്കണം. ഒരു മൂന്നാല് ഗുരുക്കന്മാരുണ്ട്. ആ ഗുരുക്കന്മാരില് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാമത്തെ ആളാണ് വെമ്പതി ചിന്ന സത്യം. വെമ്പതി ചിന്ന സത്യം. വെമ്പതി ചിന്ന സത്യം. അപ്പൊ ഈ വെമ്പതി ചിന്ന സത്യത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു തമിഴ് പേരാണ്. ഈ വെമ്പതി ചിന്ന സത്യം ആണ് കുച്ചിപ്പുടി ആർട്സ് അക്കാദമി എവിടെ? ചെന്നൈയില്. കുച്ചിപ്പുടി ആർട്സ് അക്കാദമി എവിടെ? ചെന്നൈയില് സ്ഥാപിച്ചത്. കുച്ചിപ്പുടി ആർട്സ് അക്കാദമി ചെന്നൈയിൽ സ്ഥാപിച്ചത്. ഇത് കൂടാതെ യാമിനി കൃഷ്ണമൂർത്തി, നമ്മൾ അവിടെ കേട്ട പേര് തന്നെയാണ്. ഈ യാമിനി കൃഷ്ണമൂർത്തി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുച്ചിപ്പുടി ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു. ഓക്കെ, കൂടാതെ വേദാന്ത സത്യനാരായണ, അടുത്ത ആരാണ്? വേദാന്ത സത്യനാരായണ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുച്ചിപ്പുടി ആർട്ടിസ്റ്റ് ആണ്. വേദാന്ത സത്യനാരായണം. വേദാന്തം സത്യനാരായണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുച്ചിപ്പുടി ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ രാഗിണി ദേവി അല്ലെങ്കിൽ എസ്തർ ശർമാന്റെ മകളുണ്ട്, ഇന്ദ്രാണി റഹ്മാൻ എന്ന് പറയും. ഇന്ദ്രാണി റഹ്മാൻ. ഇവരും പ്രോമിനന്റ് ആയിട്ടുള്ള പല ആർട്ടുണ്ട്, അതായത് ഒഡീസിയിലൊക്കെ പ്രോമിനന്റ് ആണ്. അതുപോലെ തന്നെ കുച്ചിപ്പുടിയിലും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ഇന്ദ്രാണി റഹ്മാൻ. രാഗിണി ദേവി അല്ലെങ്കിൽ എസ്തർ ശർമാന്റെ മോളാണ്. 1969 എങ്ങാണ്ടാണ് പത്മശ്രീ കിട്ടുന്നത്. അത് ഒന്ന് ഓർത്തു വെക്കാം. ഇനിയിപ്പോ നമ്മൾ ഈ പറയുന്ന ആന്ധ്രാപ്രദേശിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറെ റെഡ്ഡിമാരുണ്ടാവും അല്ലെ? അപ്പൊ 2-3 റെഡ്ഡിയുടെ പേര് പഠിച്ചു വെക്കുക. ഒന്ന് രാജാ റെഡ്ഡി, അതുപോലെ തന്നെ രാധാ റെഡ്ഡി. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഇവരുടെ മകളാണ് യാമിനി റെഡ്ഡി. ഇവളുടെ മകളാണ് യാമിനി റെഡ്ഡി. ഓക്കെ, യാമിനി റെഡ്ഡി. ഇനി ഈ രാധാ റെഡ്ഡിയും രാജാ റെഡ്ഡിയും രാധാ റെഡ്ഡിയും കൂടി ചേർന്ന് സ്ഥാപിച്ച ഒരു അക്കാദമിയാണ് നാട്യതരംഗിണി അക്കാദമി. നാട്യതരംഗിണി അക്കാദമി. ഓക്കെ, നാട്യതരംഗിണി അക്കാദമി. നാട്യതരംഗിണി അക്കാദമി ഇവർ രണ്ടുപേരും കൂടി സ്ഥാപിച്ചാണ്. ഓർത്തു വെക്കണം. ഓക്കെ, രാജാ റെഡ്ഡി, രാധാ റെഡ്ഡി, നാട്യതരംഗിണി. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള ഒരു എന്താ പറയുന്ന ഡാൻസറാണ് സ്വപ്ന സുന്ദരി. സ്വപ്നസുന്ദരി. ഈ സ്വപ്നസുന്ദരി ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്വപ്നസുന്ദരിയാണ് ഡൽഹിയിലെ കുച്ചിപ്പുടി ഡാൻസ് സെന്റർ സ്ഥാപിച്ചത്. കുച്ചിപ്പുടി ഡാൻസ് സെന്റർ സ്ഥാപിച്ചത്. ഓക്കെ, കുച്ചിപ്പുടി ഡാൻസ് സെന്റർ സ്ഥാപിച്ചത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിജയപ്രസാദ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡാൻസറാണ് വിജയപ്രസാദ്. ഓക്കെ, വിജയപ്രസാദ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ രാജമാണിക്യത്തില് ബെല്ലാരി രാജ, എല്ലൂരി രാജ, അവസാനം കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു എല്ലൂരിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. എല്ലൂരി എന്ന് പറയുമ്പോൾ അപ്പൊ ആന്ധ്ര എന്ന് കണക്ട് ചെയ്യണം. ബെല്ലാരി രാജ, എല്ലൂരി രാജ, ദിവ്യ എല്ലൂരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാൻസറാണ്. ഓക്കെ, ഇനി അവിടെ കന്നഡ അല്ല, തെലുങ്ക് സിനിമയിൽ ബാബു എന്ന് പറയുന്ന നമ്മുടെ ചേട്ടാന്നൊക്കെ വിളിക്കുന്ന പോലെ ഒരു വിളിക്കുന്ന ലക്ഷ്മി ബാബു. ഇഷ്ടംപോലെ ഗുണ്ടകളുണ്ടാകും സിനിമയില്. ഇഷ്ടംപോലെ ഗുണ്ടകളുണ്ടാകും. അപ്പോ സ്വാതി ഗുണ്ട പുനീതി. ഓക്കെ, ഇനിയിപ്പോ അനുരാധ, നെഹ്റു, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്? കുച്ചിപ്പുടി ആർട്ടിസ്റ്റാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ബാക്കി എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഇതിന്റെ അടിയിൽ കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഒരു ലെങ്ത് നോളജ് ആയിട്ട് നമുക്കിത് സെറ്റ് ആക്കാം.